തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒരു പരാതി ലഭിച്ചു. തൃശൂർ നഗരത്തിലെ ഒരു വ്യാപാരിയുടേതാണ് പരാതി. 2.5 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി. ഒരു യുവതിയാണ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് തിരിച്ചയച്ചു. അങ്ങനെ ചാറ്റിംഗ് തുടങ്ങി. ചാറ്റിങ്ങിനിടയിൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണെന്നും ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ വേണ്ടി 2000 രൂപയാണ് ആ യുവതി ചോദിച്ചത്. ആദ്യം വ്യാപാരി 2000 രൂപ കൊടുത്തു. പിന്നീട് അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് 5000 രൂപ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു. ഏതായാലും നമ്മുടെ വ്യാപാരി ചേട്ടൻ ആള് കൊള്ളാം. 63 വയസ്സുള്ള വ്യാപാരി ചേട്ടൻ ഒരു പെൺകുട്ടി വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടപ്പോഴത്തേക്ക് അങ്ങോട്ടൊരു ഹോയ് വിട്ടു. അങ്ങനെ ഹായ് ഹോയ് വിട്ട് അവസാനം പൈസ കടം ചോദിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു. ആദ്യം 2000 ചോദിച്ചു, പിന്നെ 5000 ചോദിച്ചു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് വാട്സപ്പിൽ നിന്നും ഈ കുട്ടി ഒരു വീഡിയോ കോൾ അങ്ങോട്ട് ചെയ്തു. ആ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഡ്രസ്സില്ലാത്ത രീതിയിൽ അങ്ങോട്ട് ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഇത് കണ്ടതും നമ്മുടെ വ്യാപാരി ചേട്ടൻ അന്നേരം തന്നെ ഫോൺ കട്ട് ചെയ്തോ അതോ വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഏതായാലും ഈ ഒരൊറ്റ കോളോടുകൂടി നമ്മുടെ വ്യാപാരി ചേട്ടൻ്റെ അടപടലം എടുത്തുകൊണ്ട് പോയി. 2.5 കോടി രൂപ, 2 വർഷം കൊണ്ട് 2.5 കോടി രൂപയാണ് ഈ പെൺകുട്ടി അടിച്ചുകൊണ്ട് പോയത്. 2 വർഷം കൊണ്ട് 2.5 കോടി രൂപയെല്ലാം അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വെറും ഒരു വാട്സപ്പ് വീഡിയോ കോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ വാർത്ത കാണുന്നവരുടെ ഒരു ഡൗട്ട്. എന്തായാലും നമ്മുടെ വ്യാപാരി ചേട്ടൻ്റെ 2.5 കോടി പോയി കിട്ടി. അതെങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചങ്ങ ഇതേപോലെ അടിപൊളിയായിട്ട് ചാറ്റൊക്കെ ചെയ്ത് അവസാനം പൈസയെല്ലാം കുറച്ച് കൊടുത്ത് അത് കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തി ഒരു വീഡിയോ കോൾ ചെയ്തു. ഈ വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു? ഭീഷണി അങ്ങോട്ട് തുടങ്ങി. പൈസ വേണമെന്ന് പറഞ്ഞുള്ള ഭീഷണി. ഇങ്ങനെ ഒരുപാട് കോളുകൾ നമ്മുടെ വിദേശ രാജ്യത്തു നിന്നും സ്വദേശത്തു നിന്നും എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം ആൾ ജെന്യുവനായിട്ടുള്ള ആളാണെങ്കിൽ, അതായത് ഈ വ്യാപാരി എന്ന് പറഞ്ഞ ആൾ ജെന്യുവനായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ അന്നേരം പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തേനെ. പക്ഷേ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 2 വർഷത്തോളം ഈ ചേട്ടൻ അവർ ചോദിക്കുന്ന പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ 2.5 കോടിയിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ വ്യാപാരി ചേട്ടൻ എന്ത് ചെയ്തു? നൈസായിട്ട് വീട്ടിൽ അവതരിപ്പിച്ചു. കാരണം പുള്ളിക്കാരൻ്റെ വിഷമവും സങ്കടവും എല്ലാം കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ മോൻ പുള്ളിക്കാരനോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അങ്ങനെ പ്രശ്നം അറിഞ്ഞ മകൻ എന്ത് ചെയ്തു? ബുദ്ധിമാനായ മകൻ എന്ത് ചെയ്തു? അന്നേരം പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഭാര്യേൻ്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 1.5 കോടി രൂപ സ്ഥലം പണയം വെച്ചു, വീടും സ്ഥലവും പണയം വെച്ചു, സ്വർണം പണയം വെച്ചു, അങ്ങനെ എന്തെല്ലോ ചെയ്ത് 1.5 കോടി, 2 കോടി, 2.5 കോടി ഇത്രയും കോടികൾ കൊടുത്ത് 2 വർഷത്തോളം ഈ പെൺകുട്ടീനെ തീറ്റിപ്പോറ്റി. എന്തിൻ്റെ ആവശ്യമായിരുന്നു? ആദ്യമേ ഇത്രയും പൈസ കയ്യിലുള്ള ഒരാളായിരുന്നെങ്കിൽ ആദ്യമേ പോയി കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യമേ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരും എന്നുള്ളതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും വ്യാപാരിൻ്റെ 2.5 കോടി പോയി കിട്ടി. അവസാനം നമ്മുടെ കേരള പോലീസിൻ്റെ നൈസായിട്ടുള്ള ഇടപെടൽ കാരണം കുറച്ച് പൈസ അക്കൗണ്ടിൽ നിന്ന് മരവിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു 10-17 ലക്ഷം രൂപ മരവിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നാലും എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പൈസ കിട്ടിയിട്ട് ഇവർ ഈ പൈസയ്ക്ക് എന്താ ചെയ്തത്? അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഒരുപാട് കാറുകൾ വാങ്ങിക്കൂട്ടി, പിന്നെ ഫുള്ള് കറക്കം ചുറ്റൽ. ഇത് ഈ പിടിക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഇവർ വയനാടോ അവിടെ എല്ലാം കറങ്ങിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. അത് വന്ന് നേരെ കയറുന്നത് പോലീസിൻ്റെ മുമ്പിലേക്കായിരുന്നു. അങ്ങനെ പോലീസ് പിടിച്ച് ഇടപെടലം പൂട്ടിച്ച്. എന്തായാലും ഇങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് ജെന്യുവനായിട്ടുള്ള കേസാണെങ്കിൽ, അതായത് ഇതേപോലെ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടിയാണെങ്കിൽ അന്നേരം പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അവരോട് സൊള്ളി വേണ്ടാത്തതൊക്കെ പറഞ്ഞും ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെയൊക്കെ ചിലപ്പോൾ പെട്ടുപോയെന്നിരിക്കും. അതായത് ഇദ്ദേഹം അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നാളിങ്ങനെ പൈസ കൊടുത്ത് വലിപ്പിക്കേണ്ടി വരും. അപ്പോൾ അവസാന കയ്യിലെ പൈസയൊക്കെ തീർന്നു കഴിയുമ്പോൾ മാത്രമേ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് ഇതേപോലെ എന്തെങ്കിലും ഭീഷണിയോ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സർവ്വസാധാരണമായിട്ട് വരുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്യും, ആളെ പിടിക്കുകയും ചെയ്യും. ഒന്നാമത് മലയാളികൾ കേരളത്തിൽ ഇട്ടാവട്ടത്തിലും നിന്നിട്ട് പണിയുന്ന പണിയായിരിക്കും. അങ്ങനെയുള്ളവരൊന്നും പിടിക്കാൻ, ഇവിടെ പുറത്ത് പോയി പിടിക്കുന്നത്, പിന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരെ പിടിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഏതായാലും വ്യാപാരീൻ്റെ 2.5 കോടി പോയി കിട്ടി. അതിൽ 17 ലക്ഷം വരെ തിരിച്ച് കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടണം. എന്തിൻ്റെ വ്യാപാരിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അവസാനം മോൻ തന്നെ വേണ്ടി വന്നു അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോയത് വളരെ മോശമായിപ്പോയി.
പിന്നെ ഈ 2.5 കോടി രൂപ കിട്ടിയിട്ടും ഈ പെണ്ണുങ്ങൾക്ക് വീണ്ടും ആക്രാന്തം. അത് ആക്രാന്തം മൂത്താൽ ഇങ്ങനെയാണ് മോളെ. ഒന്നുമില്ലെങ്കിലും 2-2.5 കോടി ആ പാവത്താൻ തന്നില്ലേ, വെറുതെ ഒരു വീഡിയോ കോളിൽ ഒരു വീഡിയോ കാണിച്ചതിന്. എന്നിട്ട് പിന്നെയും വേണമെന്നും പറഞ്ഞ് പുറകെ പോകുമ്പം പിന്നെ എങ്ങനെ അവർ സഹിക്കല്? അപ്പോൾ അതാണ് പറയുന്നത്, ആക്രാന്തം പാടില്ല. കിട്ടിയത് കൊണ്ട് ഓടി പോകണമായിരുന്നു നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നതാണെങ്കിൽ. അപ്പം അതായത് ഊറ്റാൻ പറ്റുന്നവരുടെ കയ്യിൽ നിന്ന് മാക്സിമം അങ്ങോട്ട് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ടീമിൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതേപോലുള്ള വീഡിയോ കോളോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെമ്പിള്ളേർ ഇങ്ങനെ ക്യൂ ആണിപ്പം. ഇതാ നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ തന്നെ കാണാമല്ലോ, ഒരുപാട് പേര് ഇങ്ങനെ ലൈവ് വീഡിയോ ആയിട്ട് വരും. ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കണ്ട് ഈ അമ്മാവന്മാരും എല്ലാവരും ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം കയ്യിലുള്ള പൈസയും പോവും, നാണക്കേട് പോവും. ഇപ്പോൾ ആളുടെ പേരൊന്നും എന്തായാലും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അടുത്തുള്ള വീട്ടുകാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ 2.5 കോടി പോയ വ്യാപാരി ഇന്ന ആളാണെന്നുള്ളത്. എന്താ ചെയ്യുക, അത് ഒരു ചെറിയ പെൺകുട്ടീൻ്റെ വലയിൽ വീണ് 2.5 കോടി പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വാർത്തേൻ്റെ കുറച്ച് വിശദാംശം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. അങ്ങനെ ആ ഭീഷണി തുടർന്നതോടുകൂടി കൂടുതൽ പണം ആവശ്യപ്പെട്ടു. അങ്ങനെ ആദ്യം 1 ലക്ഷം, പിന്നീട് 2 ലക്ഷം, അങ്ങനെ ഈ 2 വർഷം കൊണ്ട് 2.5 കോടി രൂപയാണ് വ്യാപാരിയുടെ പക്കൽ നിന്ന് ഈ യുവതി തട്ടിയെടുത്തത്. യുവതിയെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല. ഒരു രജിസ്ട്രേഷൻ വണ്ടി, മഹീന്ദ്ര താർ വണ്ടി വാങ്ങിയിരുന്നു. ഇതിനു പുറമെ ആഡംബര വണ്ടികൾ പലതും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. വയനാട്ടിൽ പോലീസ് ഉണ്ടെന്ന് മനസ്സിലായതോടെ ഇവർ കേരളം വിടുക എന്നുള്ള മോനെ ഈ ഇടയ്ക്ക് മഹീന്ദ്ര താറ് മേടിച്ചു പോലും. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് എപ്പോഴോ പുള്ളിക്കാരൻ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 2.5 കോടി തികയുന്ന ആ ഒരു പൈസ കൊടുത്തപ്പോഴാണ് താറ് മേടിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും എന്നാൽ 2.5 കോടി രൂപയെ, കോടികൾക്കൊന്നും ഒരു വിലയില്ലടേ. പക്ഷെ എൻ്റെ മോനെ 2000 തുടങ്ങി 2.5 കോടിയിൽ. ഈ 2.5 കോടി എത്തിയപ്പോഴെങ്കിലും ചങ്ങായിക്ക് ബോധം ഉദിച്ചല്ലോ. പറ്റിക്കുവാണെന്ന് അറിയുമ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് വിടണോ. എന്താ കഥ. പക്ഷെ എന്താ ഒരു ഗമ. ആ നടത്തത്തിലെല്ലാം കണ്ടോ, ഒരു കൂസലും ഇല്ല ചങ്ങായിക്കൊന്നും. ഇത്രയും നാളും വല്ലവൻ്റെയും പൈസയും പുട്ടടിച്ച് ആർഭാടത്തോടുകൂടി നടന്നിട്ട് പോലീസ് പിടിച്ചപ്പം പുള്ളിക്കാരത്തെ മുഖമെല്ലാം മറച്ചിട്ടുണ്ട്, ചങ്ങായിക്ക് ഒരു കൂസലും ഇല്ല. നമുക്കിനി അതായത് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ പെൺകുട്ടീൻ്റെ മുഖം നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ. അതായത് ഈ കേസെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി കഴിയുമ്പം, ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് വരുമ്പം വീണ്ടും ഇതേപോലെ വാട്സപ്പ് കോളുമായിട്ട് വരും. അപ്പം ആരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഒരു ഹായ് വന്നിട്ട് അങ്ങോട്ടൊരു ഹോയ് വിടാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട. ഹായും ഹോയും എല്ലാം ഇടാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഒരുപാട് പേർക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്. പിന്നെ ചില കേസുകൾ ജെന്യുവനായിട്ടുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്കറിയാൻ പാടില്ല, കോൾ വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരവിടെ ചിലപ്പം നഗ്നനായിട്ടായിരിക്കും, അല്ലെങ്കിൽ നഗ്നതയെ കാണിച്ചുകൊണ്ടുള്ള പെൺകുട്ടികളായിരിക്കും, പറയാൻ പറ്റില്ല. വിദേശത്തുള്ള കുറേ ഫിലിപ്പീൻസ് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അന്നേരം പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, അത്ര തന്നെ. എന്നിട്ട് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസോ ഇതൊക്കെ ആയിട്ട് ഇടുക, ഇതേപോലെ സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആരെങ്കിലും ഇതേപോലുള്ള വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാണ് എന്നുള്ളൊരു ഡിസ്ക്ലെയിമറും കൂടെ അങ്ങോട്ട് അടിച്ചു വിടുക, അത്ര തന്നെ. അന്നേരം പോയി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുക, അവിടെയുള്ളൂ. പിന്നെ അല്ലാണ്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ കൊടുത്ത് നമ്മുടെ അടപടലം അവർ വാരിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ ബൈ ചാൻസിൽ വല്ല വീഡിയോ കോളോ ഇതോ വന്നിട്ട് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ജെന്യുവനായിട്ടുള്ള കേസിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നേരെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ മനസ്സിലോർത്ത് വെച്ചോ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആയിട്ട് ഹായിയോ ഹോയോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വ്യാപാരീൻ്റെ 2.5 കോടി, വ്യാപാരീൻ്റെ അല്ല, ആ പാവം മോനെല്ലാം കിട്ടേണ്ട പൈസയാണ്. 2.5 കോടി രൂപ പോയില്ലേ. 2.5 കോടീൻ്റെ പൂജ്യം എത്രയാണെന്ന് പോലും നമുക്കിപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയ്ക്ക് ഉണ്ടോ 2.5 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹൈവ, എന്തായാലും 2.5 കോടി പോയി.